പ്രതിഷേധം കൈവിട്ടിരിക്കുന്നു, അക്രമാസക്തമായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പാളയത്ത് നിന്ന്, അതായത് നിയമസഭാ ഗേറ്റിന് മുൻപിൽ നിന്ന് പോലീസിന്റെ ഗാർഡ് അത് പിടിച്ചു വാങ്ങി അടിച്ചു പൊട്ടിക്കുന്ന KSU പ്രവർത്തകരെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എടുത്തുകൊണ്ടുവന്ന താൽക്കാലിക ബാരിക്കേഡ് സെക്രട്ടറിയേറ്റിനകത്തേക്ക് ഇടുന്നത് ഒരു പക്ഷേ ഒരു വലിയ പോലീസ് ആക്ഷനിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം പോലീസ് വന്ന് ബലം പ്രയോഗിച്ചവരെ പിടിച്ചു നീക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും നിയമസഭയിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോളം നടന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് സമരമെത്തി. പോലീസിന്റെ ഗാർഡ് ഉൾപ്പെടെ പിടിച്ചു വാങ്ങിയത് അടിച്ചു പൊട്ടിച്ച് ഈ കൊണ്ടുവന്ന താൽക്കാലിക ബാരിക്കേഡുകൾ സെക്രട്ടേറിയറ്റിനകത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ രീതിയിലുള്ള പ്രതിഷേധം അത് KSUവിന്റെ ഭാഗത്ത് നിന്ന് പോലീസ് ആക്ഷൻ ആരംഭിച്ചിരിക്കുന്നു. ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിന്നും ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ KSU പ്രവർത്തകരെ നീക്കം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. പക്ഷേ സെക്രട്ടേറിയറ്റിലെ ഇവരുടെ പ്രതിഷേധം അത് പോലീസിനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിരുന്നു. കാരണം അവർ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ ഗാർഡ് തകർത്ത പ്രവർത്തകരെ അടക്കം പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആ രീതിയിൽ നിയമസഭയിൽ നിന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് പോകുന്നു. ബലം പ്രയോഗിച്ച KSU പ്രവർത്തകനെ, ഗാർഡൊക്കെ തട്ടിപ്പറിച്ച് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രവർത്തകനെ, അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് കന്റോൺമെന്റ് സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്ന പോലീസിനെ നമുക്ക് കാണാൻ സാധിക്കും. കമ്മീഷൻ ഓഫീസിൽ നിന്നടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ രീതിയിൽ പ്രതിഷേധം കൈവിടുന്നതാണ് നമുക്ക് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒന്നേകാൽ മണിക്കൂറോളമായി KSU പ്രവർത്തകർ തെരുവിൽ ഇത്തരത്തിൽ പ്രതിഷേധിക്കുകയാണ്. പക്ഷേ നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് പെട്ടെന്നൊരു യൂട്ടേൺ ആയിരുന്നു. തിരികെ 1 കിലോമീറ്റർ ഇപ്പുറത്തുള്ള സെക്രട്ടേറിയറ്റിലേക്ക് എത്തി പ്രതിഷേധം തുടരുകയാണ്. എന്നാൽ നിയമസഭയ്ക്ക് മുന്നിൽ നിശ്ചലരായി നിന്ന പോലീസ് ഇവിടെ അങ്ങനെയല്ല. ഒരാളെ എടുത്തപ്പോൾ പോലീസ് ബസ്സിലേക്ക് കയറ്റിയിട്ടുണ്ട്. അറസ്റ്റ് നടപടി എന്നോണം പ്രവർത്തകർ ഇനി അങ്ങോട്ട് നീക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ 1 മണിക്കൂറോളമായി നിയമസഭയ്ക്ക് മുന്നിൽ നമ്മൾ കണ്ടതാണ്. പരമാവധി പ്രകോപനത്തിന് ശ്രമിച്ചെങ്കിലും പോലീസ് അനങ്ങിയിരുന്നില്ല. 16 ജലപീരങ്കി അപ്പുറത്തേക്ക് ഒരു പോലീസ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഒരു പ്രവർത്തകനെ എടുത്തു പൊക്കാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല. പക്ഷേ സെക്രട്ടറിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഒരു പ്രവർത്തകനെ ഇപ്പോൾ പോലീസ് വാഹനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ സെക്രട്ടറിയേറ്റിന് മുമ്പിലും പ്രകോപനത്തിന് അതിൽ കുറവൊന്നും ഉണ്ടായില്ല. പോലീസിന് ഷീൽഡ് അടക്കം വലിച്ചു വാങ്ങി ചവിട്ടിപ്പൊട്ടിക്കുന്നു നമ്മൾ കണ്ടു. ഇപ്പോൾ നിയമസഭയുടെ സെക്രട്ടേറിയറ്റ് ഗേറ്റ് ചാടിക്കടക്കാൻ, മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകരുള്ളത്. അവിടെയും ബാരിക്കേഡ് കെട്ടി പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ പോലീസുകാരടക്കം എത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നില്ല സെക്രട്ടറിയിലേക്ക് പ്രതിഷേധം നീങ്ങുമെന്ന്. നിയമസഭയ്ക്ക് മുന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന പ്രതിഷേധമാണ് പെട്ടെന്ന് ട്വിസ്റ്റായി യൂട്ടേൺ അടിച്ച് ഇപ്പോൾ സെക്രട്ടറിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്ന. അവിടെ നിയമസഭയ്ക്ക് സമാനമായ രീതിയിൽ തന്നെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നു. അവിടെയുള്ള മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നു. വനിതാ പ്രവർത്തകർ അടക്കമുണ്ട്. അവരെ കവർ ചെയ്തുകൊണ്ട് അവർക്ക് ഷീൽഡ് എന്ന കണക്ക് പോലീസ് ചുറ്റുമുണ്ട്. ഇനി അറസ്റ്റ് നടപടിയിൽ പോലീസ് കടക്കുമെന്നാണ് അറിയേണ്ടത്. കൃത്യമായ മാൻഡേഷൻ, കൃത്യമായ ഉത്തരവ് പോലീസിന് പരമാവധി സംയമനം പാലിക്കണം നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥരിൽ നടക്കമുള്ളത് ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം പ്രകോപനം ഉണ്ടായിട്ടും കല്ലറടക്കമുണ്ടായിട്ടും അവരുടെ ആയുധങ്ങളടക്കം ഈ ഷീൽഡ് അടക്കം വാങ്ങി ചവിട്ടി പൊട്ടിച്ചിട്ടും പോലീസ് അനങ്ങാതെ പ്രവർത്തകരെ അനുനയിപ്പിച്ച് മുന്നോട്ട് മാറ്റാൻ ശ്രമിക്കുന്നത്. ചെറിയ രീതിയിലേക്കുള്ള പോലീസ് നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.